ഹലോ, ജിന്നസ് ജോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് അതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ കോൺഫ്ലവർ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മൈദാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മുട്ടയും കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ ചിക്കൻ പൊരിക്കുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കാം. നല്ല ചൂട് വേണമേ, തീ കുറച്ച് വെക്കാൻ പാടില്ല. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചിക്കൻ മൊരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനിയും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒരു 7 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പച്ചമുളക് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 സവാള ഇങ്ങനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം. നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അല്പം സോഫ്റ്റ് ആയി പോകും ചിക്കൻ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. സ്പ്രിംഗ് ഓണിയനോ അല്പം മല്ലിയിലയോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്